ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല. എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം നോക്കാം. അതിനായി ആദ്യം പാനിലേക്ക് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പനീർ, മുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഗ്രാമ്പൂ, കറുവാപ്പട്ട എന്നിവ ചേർത്ത് ബട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കുക. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർക്കുക. അത് ഏകദേശം വാടിയതിനു ശേഷം അതിലേക്ക് സവാള ചേർത്ത് വഴറ്റുക. സവാളയുടെ കളർ ഏകദേശം ചേഞ്ച് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് മല്ലിയില, കാഷ്യൂനട്ട് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. അതേസമയം വേറൊരു പാത്രത്തിലേക്ക് തൈര്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മളുടെ സവാള ചേർത്ത് ഏകദേശം സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് തക്കാളി ചേർക്കുക. ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ബട്ടർ അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ സവാള ചേർക്കാം. സവാളയുടെ കളർ ഏകദേശം ചേഞ്ച് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക. സവാള നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സും അതേപോലെ തന്നെ വറുത്ത് വെച്ച പനീരും ചേർക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക.